ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ 6 രാശിക്കാരെ തേടി ഭാഗ്യ പെരുമഴയെത്തും. അതായത് ഞാനീ പറയുന്ന 6 രാശിക്കാരുടെ തലവര തെളിയുന്ന വാരമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ആദിത്യൻ കുംഭം രാശിയിൽ പൂരുരുട്ടാതി ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ പഞ്ചമി മുതൽ ഏകാദശി വരെ തിഥികളിലും ചോതി മുതൽ ഉത്രാടം വരെ നക്ഷത്ര മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്നു. ചൊവ്വ കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലാണ്. ബുധൻ കുംഭത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. അതുപോലെ ശനിയും മീനരാശിയിൽ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നു. മാർച്ച് 9 മുതൽ ശനിക്ക് ഒരു മാസത്തിലധികം നീളുന്ന മൗഢ്യം ആരംഭിക്കുകയാണ്. വ്യാഴം മിഥുനം രാശിയിൽ പുണർദം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്നു. രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങത്തിലും പിൻഗതിയായി സഞ്ചരിക്കുന്ന കാലമാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര ജാതകരുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് സൂര്യോദയം മുതൽ നിങ്ങളുടെ ജീവിതം അതിഗംഭീരമായ തുടക്കമായിരിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളും പ്രണയബന്ധങ്ങളും ഈ ആഴ്ച ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നുള്ള നല്ല യാത്രകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും യുവാക്കളുടെ വിവാഹ നിശ്ചയം നടക്കുവാനുള്ള യോഗമുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഈ ആഴ്ച ഭാഗ്യം അനുകൂലമായി അനുഭവപ്പെടും. സാമ്പത്തികപരമായ നില വളരെയധികം ഉയരുന്ന വാരമാണ്. പൊതുവെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന വാരമാണ് ഈ ആഴ്ച വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഇടവ രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരാഴ്ച പ്രത്യേകിച്ചും ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാണ്. ആരോഗ്യപരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയുള്ള ദിവസങ്ങളാണ്. പൊതുവെ കാര്യങ്ങളെല്ലാം തന്നെ മന്ദഗതിയിലായി തുടരുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായം വന്നു ചേരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് അല്പം ലാഭം വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ചും ഭാഗ്യം അഥവാ ദൈവാധീനം കൊണ്ട് തന്നെ ഈ ആഴ്ച നിങ്ങൾക്ക് വലിയ ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്ന വാരമല്ല. വരുമാനം തൃപ്തികരമായി തുടരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി വളരെയധികം ഉന്മേഷത്തിലേക്കും ഉന്നമനത്തിലേക്കും കുതിക്കുന്ന വാരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനും അതുപോലെ സാമ്പത്തികമായ നേട്ടത്തിനും സാധ്യതയുള്ള വാരമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവുമെല്ലാം തന്നെ വന്നു ചേരും. ചിലർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്ത് നിന്നും സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. കുടുംബ ആവശ്യങ്ങൾക്കായി ഈ ആഴ്ച ധാരാളം പണച്ചെലവുണ്ടാകുന്നതാണ്. കലാപരമായ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും. അതുപോലെ ആരോഗ്യകാര്യത്തിൽ വലിയ ഭയപ്പെടാനില്ലാത്ത ആഴ്ചയാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. നിങ്ങൾക്കിന്നു മുതൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതായി വരുന്നതാണ്. അതുപോലെ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ധാരാളം പണച്ചെലവുണ്ടാകും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കാവുന്ന കാലമാണിത്. പ്രത്യേകിച്ചും മക്കളുടെ പഠന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ ഈ ആഴ്ച നടന്നെന്നു വരില്ല. സുഹൃത്തുക്കളുടെ സഹായമുണ്ടാകും. കൃഷിയിൽ നിന്നും നഷ്ടം വരുവാൻ ഇടയുള്ള വാരമാണ്. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോകും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട സ്ഥിതി വന്നു ചേരുന്ന വാരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം.
ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തു തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും വലിയ ലാഭം വന്നു ചേരും. ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ്. പൊതുവെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടത്തിയെടുക്കുവാൻ കഴിയുന്നതാണ്. പലരിൽ നിന്നും സഹായങ്ങൾ വന്നു ചേരും. നീണ്ട യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ കഴിയുന്നതാണ്. കുടുംബജീവിതം വളരെയധികം സന്തോഷകരമാകും. മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങളിലുള്ള ആളുകൾക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള മികവ് തെളിയിക്കുവാൻ സാധിക്കുന്ന വാരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ആഴ്ചയുടെ ആരംഭത്തിൽ വളരെയധികം സന്തോഷകരമായ വാർത്ത എത്തിച്ചേരുന്നതാണ്. പുതിയ ചുമതലകൾ നിങ്ങൾക്ക് ഈ ആഴ്ച എടുക്കേണ്ട സ്ഥിതി വന്നു ചേരും. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്തുവാൻ സാധിക്കുന്നതാണ്. ചിലർക്ക് സ്വർണ്ണ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കാർഷിക മേഖലയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ്. കലാരംഗത്ത് തഴയപ്പെടുവാൻ ഇടയുള്ള വാരമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ കരുതിയിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച നിങ്ങൾക്ക് ഔദ്യോഗികമായ യാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ബിസിനസ് കാര്യങ്ങൾക്ക് കൂടുതൽ പണം മുടക്കേണ്ടതായും വന്നു ചേരും. ബന്ധുക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്കുള്ള സാധ്യതയുണ്ട്. മനസ്സമാധാനം വളരെയധികം കുറയുന്ന വാരമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ദൈവാധീനമുള്ള കാലമായതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മക്കളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായ നില തൃപ്തികരമായി തുടരും. മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്ന വാരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് ഇന്നു മുതൽ വളരെയധികം ഗുണകരമായ ദിവസങ്ങളാണ്. നേരത്തെ കിട്ടേണ്ട പണം കൈവശം വന്നു ചേരും. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ആഴ്ച നടന്നു കിട്ടും. മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. നേരത്തെ നിശ്ചയിച്ചിരുന്ന ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ട സ്ഥിതി വന്നു ചേരും. പണം ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും പല മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള വാരമാണ്. ബിസിനസ് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറും. നിയമപ്രശ്നങ്ങളിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ധാരാളം യാത്രകൾ ഈ ആഴ്ച ചെയ്യേണ്ടതായി വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായ കാലമാണ്. യുവാക്കളുടെ വിവാഹാലോചനകളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. അതുപോലെ തന്നെ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും സാധിക്കുന്ന വാരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകര രാശിക്കാരായ നിങ്ങൾക്ക് വളരെയധികം മികച്ച ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച ഭാഗ്യം കൊണ്ട് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ പുരോഗതി കൈവരിക്കും. അപ്രതീക്ഷിതമായ ധനാഗമം വന്നു ചേരും. അതായത് ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പ് എന്നീ മേഖലയിൽ നിന്നും അപ്രതീക്ഷിത ധന നേട്ടം പ്രതീക്ഷിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ലാഭകരമാകുന്ന ആഴ്ചയാണ്. കുടുംബ സ്വത്ത് കൈവശം വന്നു ചേരുവാനുള്ള യോഗവുമുണ്ട്. ദാമ്പത്യ ജീവിതം വളരെയധികം ഊഷ്മളമായി തുടരുന്നതാണ്. എഴുത്തുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും നിങ്ങളുടെ മേഖലയിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്ന വാരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഇന്നു മുതൽ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും
പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിലായി മാറുന്നതാണ്. അതുപോലെ അസുഖങ്ങൾ പിടിപെടുവാനും ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള വാരമായതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മക്കൾ മൂലം സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരും. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് സ്വന്തം നാട്ടിലേക്ക് അവധിക്ക് വരുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ശോഭിക്കുവാൻ കഴിയുന്ന വാരമല്ല. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ പറ്റിയ ഒരു ആഴ്ചയാണ്. കുടുംബത്തിൽ ശാന്തിയും മനസമാധാനവും സന്തോഷവും നിലനിൽക്കും. യാത്രകൾ കൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുവെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടന്നു കിട്ടുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾക്കും പ്രണയബന്ധങ്ങൾക്കും അവസരമുണ്ടാകും. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവുമുണ്ട്. സ്വന്തമായി ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. അതുപോലെ തന്നെ കടം കൊടുത്ത പണം ഭാഗികമായെങ്കിലും ഈ ആഴ്ച തിരിച്ചു കിട്ടുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.